ചേട്ടാ, നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം. ഒരു വാഹന അപകടത്തിലായിരുന്നു അദ്ദേഹവും മകളും കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇത് അപകട മരണമാണോ അല്ലെങ്കിൽ ഇത് കൊലപാതകമാണോ എന്ന രീതിയിലൊക്കെ കൂടുതൽ ചർച്ചകൾ വന്നായിരുന്നു. ഈ ഡ്രൈവറായ അർജുനായിരുന്നു വാഹനം ഓടിച്ചത്. ഈ അർജുനെ ചുറ്റിപ്പറ്റി കുറെ കഥകൾ വന്നിരുന്നു. കാരണം അർജുൻ സ്വർണ്ണക്കടത്ത് കേസുമായി തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം ഈ അർജുനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ വന്നതിൽ ഒന്ന് സ്വർണ്ണക്കടത്തുമായി അർജുന് ബന്ധമുണ്ടായിരുന്നു. അതൊന്ന് ഈയിടെ സംഭവിച്ചത് സ്വർണം മോഷ്ടിച്ച ആ കേസിലും ഇയാൾ പ്രതിയാണ് എന്നുള്ളതാണ്. ശരിക്കും അതോടുകൂടിയാണ് ഇവിടുത്തെ ഈ വാഹനം തടഞ്ഞു നിർത്തി സ്വർണം മോഷ്ടിച്ച അല്ലെങ്കിൽ ആ ഒരു സംഭവത്തോടു കൂടിയാണ് പിന്നെ ഇത് വീണ്ടും ലൈംലൈറ്റിൽ വരുന്നത്. ഇന്നിപ്പോൾ ബാലഭാസ്കറിൻ്റെ പിതാവ് ശ്രീ ഉണ്ണി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം അദ്ദേഹക്കാരെ ആവശ്യപ്പെടുന്നുണ്ട്. കൊലപാതകം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മളെല്ലാവരെക്കാളും കാര്യങ്ങളെക്കുറിച്ച് അറിയാം. നമ്മളെപ്പോഴും എനിക്ക് ഒരു വിഷമം വന്നിട്ടുള്ള കാര്യം, ആദ്യ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ മലയാള മലയാളിക്ക് അക്കാര്യത്തിൽ കൃത്യമായി ആദ്യം തന്നെ ഇത് കൊലപാതകമാണോ സംശയം പ്രകടിപ്പിച്ചത് തന്നെയാണ്. പക്ഷേ ബാലഭാസ്കറിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പലരും ഇക്കാര്യത്തിൽ വിമർശിക്കാനാണ് ഇറങ്ങിയത്. അവർ വല്ലാതെ ബാലുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഞങ്ങളാണ് ബാലുവിൻ്റെ ആളുകളെന്ന് പറഞ്ഞു നിൽക്കുകയും കൃത്യമായി ഇവർ എത്രത്തോളം ആത്മാർത്ഥമായ നിലപാടെടുത്തുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വീട്ടുകാരെ നമ്മൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ പ്രായാധിക്യമുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ശശികുമാർ സാർ വയലിനിസ്റ്റൊക്കെ വളരെ പ്രസിദ്ധനായ തിരുവനന്തപുരം ശശികുമാർ എന്ന് വളരെ പ്രമുഖനായ ഒരാളായിരുന്നു. അദ്ദേഹമൊക്കെ തന്നെ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവർ വീട്ടുകാരെ അദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിച്ചു. പക്ഷേ അതിൻ്റെ പിതാവ് ഇപ്പോഴും ഉണ്ട്. ഇത് വലിയ നമ്മൾ പലപ്പോഴും നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള എന്തൊക്കെയോ ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ഓർമ്മിക്കാം. ഇത് ശ്രദ്ധിക്കണം, ഇത് CBI അന്വേഷിച്ചതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ CBIയെ സംബന്ധിച്ച് അവർ അന്വേഷിച്ചേ കാണും, അവർ തട്ടിപ്പൊന്നും നടത്തുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ CBIയിൽ ആൾ കുറവാണ്, CBIയിൽ ഉദ്യോഗസ്ഥന്മാരാണ് കുറവ്. പലപ്പോഴും സംസ്ഥാനങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് CBIയിലേക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അന്വേഷണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപക്ഷെ അല്ലാത്തൊരു കാര്യം ചെയ്തതുപോലെ അത്രയും അവർ എഫർട്ട് എടുത്തോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ബാലഭാസ്കറിൻ്റെ പിതാവ് അക്കാര്യത്തിൽ ഇപ്പോഴും വീണ്ടും അദ്ദേഹം ഒരു ശക്തമായ നിലപാടുമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുള്ള കാര്യം, നമ്മുടെ കലാകാരന്മാർ വിദേശത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പലരെയും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുകാർ അവരെ മിസ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള ആരോപണം പണ്ടും കേട്ടിട്ടുണ്ട്. സിനിമാക്കാരൊക്കെ ഇതുപോലെ വിദേശയാത്രയ്ക്ക് പോയിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ സിനിമാക്കാരനെ പറഞ്ഞിട്ടുണ്ട്. ചിലരിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ വന്നിട്ട് ഇതുപോലെ സ്വർണ്ണം കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ. അപ്പോൾ ഇത് ഒരു മോശം പ്രവണതയിലേക്കാണ് വെള്ളിയുണ്ടെന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ ഇപ്പം ബാലഭാസ്കറിനെ പോലുള്ള, ബാലഭാസ്കർ വളരെ പെട്ടെന്ന് എനിക്ക് വ്യക്തിപരമായി ബാലഭാസ്കറിന് അടുപ്പം എന്തുകൊണ്ടാണ് കണ്ട് ഒരു ഹായ് സൗഹൃദം അല്ലാതെ വ്യക്തിപരമായി എനിക്ക് അടുപ്പമൊന്നും അദ്ദേഹത്തോട് ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതാണെന്നുള്ള സ്നേഹം എനിക്കെപ്പോഴും, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതാണെന്നുള്ളൊരു സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും എന്തായാലും വളരെ പ്ലസൻ്റായ ഒരു മനുഷ്യനായിരുന്നു ബാലഭാസ്കർ. ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും ഭയങ്കര വൈബ്രൻ്റാണ്. ഒരു സ്റ്റേജിൽ ഈ കേരളത്തിൽ ഒരുപക്ഷെ ഇത്രത്തോളം ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വയലിൻ വായിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കുറവാണ്. അന്ന് ഇവരിങ്ങോട്ട് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് പിന്നീട് വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങോട്ട് അവിടുത്തെ താമസം റദ്ദാക്കി എന്തുകൊണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു, പിന്നെ ഒരു ആയുർവേദ ആശുപത്രിയെ ബന്ധപ്പെട്ട് അന്ന് ഉയർന്ന ആരോപണങ്ങൾ, ഇതൊന്നും പോരാഞ്ഞ് സോബൻ എന്ന മറ്റു പേരുള്ള ഒരു മിമിക്രി കലാഭവൻ അദ്ദേഹം ഇത് കണ്ടു, വണ്ടി ഇടിക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് ഈ സോബിൻ്റെ പേരിൽ തന്നെ പിന്നെ എന്തൊക്കെയോ കുറേ കേസുകൾ, അല്ലാത്ത തട്ടിപ്പ് കേസുകൾ എന്തൊക്കെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മളെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ വാഹന അപകടങ്ങൾ അത് യാദൃച്ഛികം എന്ന് നമ്മൾ കരുതുന്നത് ഒരുപാട് കാര്യങ്ങൾ കൊലപാതകമാണെന്ന് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കേസ് അന്വേഷിച്ചിരുന്ന DYSP ഹരികൃഷ്ണൻ മരിച്ചിരുന്നു. അപ്പോൾ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ? ആലപ്പുഴ കണ്ടാണെന്നാണ് അദ്ദേഹം കണ്ടത്. ഇത് പലപ്പോഴും നമ്മൾ ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴുണ്ടല്ലോ പിന്നീട് സീരീസ് ഓഫ് ഇത്തരത്തിലുള്ള ഒരു മരണങ്ങൾ നടക്കും പലപ്പോഴും. ഇത് നമ്മളെല്ലായിടത്തും പറയുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ കാണാത്ത ഒരു ലോകം ഇവിടെ ഉണ്ട്, ഈ അധോലോകം, നമ്മൾ പറയാറുള്ള ലോകം. ഇവരുടെ കണ്ണുകൾ പണ്ടത്തെ അധോലോകത്തിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. ഈ ലോകമാണ് അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് വീക്ഷിക്കാനും അവർക്ക് അവരുടെ കച്ചവടങ്ങളും പരിപാടികളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് പോകാനൊക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. ഒപ്പം എതിർക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ നോ പറയുന്നവരെ അവരെ കൈകാര്യം ചെയ്യാനൊക്കെയുള്ള വകുപ്പ് അവരുടെ കയ്യിലുണ്ട്. ബാലഭാസ്കറിനെ അപകടം കഴിഞ്ഞ് ആശുപത്രി കൊണ്ടുവരുന്നു, ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സിക്കുന്നു, അവിടെ പലരും അദ്ദേഹത്തെ കാണാൻ വരുന്നു. അപ്പോൾ ഇതൊക്കെ ആദ്യം അദ്ദേഹം കണ്ടീഷൻ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ബാലഭാസ്കറിൻ്റെ നില കുഴപ്പമില്ല, കുഞ്ഞിന് സംഭവിച്ചുവെങ്കിൽ അപകടം സംഭവിച്ചത് ദുരന്തം സംഭവിച്ചു പോയെങ്കിൽ പോലും ബാലഭാസ്കറിന് ഭദ്രമാണെന്നൊക്കെയാണ്. പിന്നീട് അദ്ദേഹം മരിക്കുന്നു.
അപ്പോൾ ഇതൊക്കെ ശരിക്കും കൃത്യമായി ഒരു അന്വേഷണ സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒരുപാട് ലൂപ്പ് ഹോൾസ് അവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ കാർ ഇടിച്ച ആ മരത്തിൻ്റെ ആ സ്ഥലത്ത് തന്നെ പോലീസ് ഡമ്മി പരീക്ഷണം നടത്തിയത്, പോലീസിൻ്റെ CBI ഡമ്മി പരീക്ഷണം മറ്റൊരു കാറിൻ്റെ ഇടിച്ച് അതുപോലെ അവർ പരീക്ഷണമൊക്കെ നടത്തി നോക്കിയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു കലാകാരനെയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടത്, അച്ഛനും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഭർത്താവാണ്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായി ഇത് ഒരുപാട് ചില കണ്ണെഴുതിൽ നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് സത്യമാണ്. ഈ സംഭവമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോന്നോരോന്നും നമ്മൾ അനാലിസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇത് കൃത്യമായി വരുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ. നമ്മുടെ നാട്ടിൽ അന്വേഷണം നടത്താനുള്ള സംവിധാനങ്ങൾ എല്ലാം നമുക്കുണ്ട്. പക്ഷേ എന്നിട്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം അദൃശ്യകരങ്ങൾ പലയിടത്തും ഇടപെടും. അതുതന്നെയായിരിക്കും ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത്. നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയൻ ചിട്ടി ഫണ്ട് ഉടമകൾ പ്രതികളായ ഒരു കേസ്, അവരെ പഴയ ജീവനക്കാരൻ്റെ വാഹനം ഇടിച്ച് മരിച്ച കേസ്, ചേർത്തല വെച്ച് വാഹനാപകടം നടന്നത്. അന്ന് ഞാൻ ജോലി ചാനലിൽ നമ്മളെല്ലാവരും തന്നെ ഇതൊരു വാർത്തയായിരുന്നു. വാഹനാപകടം, അത് ഒരു ടാറ്റ സഫാരി വാനും ഒരു ലോറി തമ്മിൽ കൂട്ടിയിടിച്ചു, ആ യാത്രക്കാർ മരിച്ചു, നമ്മൾ കൊടുത്തു. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്നും ഇത് പ്രതികൾ ഇയാളും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അവസാനം പ്രതികളെ പിടിച്ചു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ പല ഇത്തരത്തിലുള്ള ദുരൂഹമായ അപകടങ്ങളൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴും കാണും. മാത്രമല്ല, ഞാൻ പണ്ട് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു ഈ പരസ്യ കമ്പനിയൊക്കെ നടത്തിയത് പേര് ഞാനങ്ങ് മറന്നുപോയി, ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. ഈ മാമംഗലം പാലായിട്ട് ആ ഭാഗത്ത് അദ്ദേഹം രാത്രി വാഹനാപകടത്തിൽ മരിച്ചു എന്നാണ് അന്ന് കേട്ടിരുന്നത്. പക്ഷേ അത് പിൽക്കാലത്ത് അത് പലരും അന്ന് സംശയം പ്രകടിപ്പിച്ചു, ഇത് കൊലപാതകമാണോ എന്നുള്ളത്. അപ്പോൾ ഈ പലപ്പോഴും ഈ കലാരംഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ ഇത്തരക്കാർ അവരെ പലപ്പോഴും അവരെ തങ്ങളെ കൂട്ടം നിർത്താൻ ശ്രമിക്കും. അത് അത്തരത്തിലുള്ള അവരെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ചിലർ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നിഷ്കളങ്കത കൊണ്ടോ ചിലപ്പം ഇവർക്ക് കുറച്ച് കൂട്ടി നിൽക്കുകയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവരതിൽ നിന്ന് തല ഊരാൻ നോക്കിയാൽ പിന്നെ ഇവർ വെറുതെ വിടില്ല. അതാണ് അവരുടെ നമ്മൾ സിനിമകളിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു വലിയ നെക്സസ്, ഒരു നെറ്റ്വർക്ക് ഇവർക്കുണ്ട്. അതുപോലെ ഇപ്പോൾ അർജുൻ പിടിയിലായ സ്ഥിതിക്ക് ഇനി വീണ്ടും ബാലഭാസ്കറിന്റെ കേസിൽ അന്വേഷണം വരാൻ എന്തെങ്കിലും അല്ല, അത് അന്വേഷിക്കണം. കാരണം ഇയാൾക്ക് ഇതുമായിട്ടെല്ലാം ബന്ധമുണ്ട് എന്ന് ബാലഭാസ്കറിന്റെ വീട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു. ബാലഭാസ്കറിന്റെ അച്ഛനൊക്കെ നേരത്തെ CBI ഇത് അല്ലാന്നുള്ള രീതിക്ക് തന്നെയല്ലേ? അല്ല, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണല്ലോ ഈ അർജുൻ എന്ന് പറഞ്ഞ ആളിൻ്റെ. മാത്രമല്ല, അയാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്, MACT-യിലെങ്ങാണ്ട് മോട്ടോർ ആക്സിഡൻസ് ക്ലൈംസ് ട്രിബ്യൂണൽ കോടതി ഉണ്ടല്ലോ, അവിടെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ നഷ്ടപരിഹാരം ഇവർ കുടുംബം കണ്ട് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ആകപ്പാടെ ഒരു ദുരൂഹതകളുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ഇത് ദുരൂഹതയുണ്ട്. ഈ ഇത്തരത്തിൽ ഇയാളെ ഈ സ്വർണം തട്ടിയെടുത്ത കേസിലും കൂടെ ഇയാൾ ഉണ്ടെങ്കിൽ അത് പുനരന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. ശരിക്കും ഇത് ഈ നമ്മുടെ കേരള പോലീസൊക്കെ പണ്ട് അവർ ചോദ്യം ചെയ്യേണ്ട രീതി ചോദ്യം ചെയ്ത് അവർക്ക് വിവരങ്ങൾ കിട്ടുമായിരുന്നു. കേരള പോലീസ് ഇപ്പോഴും മോശമൊന്നുമല്ല, കേരള പോലീസ് വളരെ ശക്തമാണ്, വളരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. അത് കാരണം ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരാണ് കേരള പോലീസിലുള്ളവരല്ലേ. അത് മുകളിൽ തൊട്ട് താഴെ കോൺസ്റ്റബിൾമാർ വരെ നല്ല വിദ്യാഭ്യാസം വിവരമുള്ളവരും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനം ഉള്ളതുമാണ്. എന്നിട്ട് ബാലഭാസ്കറിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. ബാലഭാസ്കറിന്റെ ഭാര്യ ഇക്കാര്യത്തിലൊന്നും മിണ്ടുന്നില്ല എന്നൊരു രീതിക്ക് വാർത്തകളൊക്കെ വന്നിരുന്നു. എന്താണ് അവരെ കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുമില്ല, എന്താണ് കാര്യം എന്നുള്ള ഒരുപക്ഷെ ബാലഭാസ്കറിന്റെ അമ്മാവൻ മരിച്ചപ്പോൾ പോലും വീട്ടിൽ കയറി പോയില്ല എന്ന രീതിക്കൊക്കെ ആരോപണം. അപ്പോൾ ബാലഭാസ്കറിനെ ഏറ്റവും അധികം ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തി ശശികുമാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു പ്രശസ്ത വയലിനിസ്റ്റ്. അപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ നേരത്തെ വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ഒരു പുനരന്വേഷണം നടത്തുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിൽ എന്തൊക്കെയോ ഇനി കിട്ടാനുള്ള ഈ ഇണങ്ങാത്ത കണ്ണികളെന്ന് പറഞ്ഞതുപോലെ അതിലേതൊക്കെയോ ചില കണ്ണികൾ ബന്ധിപ്പിക്കുന്നില്ല. അവിടെ എല്ലാം ഇത് ഈ അപകടം കണ്ടു എന്ന് പറഞ്ഞാൽ ഈ മിമിക്രി കലാകാരനും പിന്നീട് അതുവഴി പോയി. അദ്ദേഹം കണ്ടെങ്കിൽ അത് പല നാട്ടുകാരും കണ്ടിരിക്കണം. കാര്യം രാത്രിയാണെങ്കിൽ പോലും ഈ ഇവിടെ ഹൈവേയിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വാഹനം ഇടിച്ച് കുറവെന്ന് നടക്കുകയാണെങ്കിൽ പലരും കാണുമല്ലോ. നമ്മൾ രാത്രി വെളുക്കോളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ എത്രയോ വാഹനങ്ങൾ കടന്നു പോകണം, ആളുണ്ട്, കടകൾ തുറന്നിരിക്കും. ശരിക്കും രാത്രിയെ പകലാക്കിയാണ് ഈ ഹൈവേയുടെ സൈഡിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് ഇയാൾ എന്ത് സാഹചര്യത്തിലാണ് ഞാൻ ഇതേ കണ്ടു എന്ന് പറഞ്ഞതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നുന്നു, അയാൾ എന്തിനു പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അവരാരാണ്? തിരുവനന്തപുരത്ത് തന്നെ ഈ വിദേശത്ത് നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുവന്ന് ബന്ധപ്പെട്ട് അന്ന് കസ്റ്റംസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായിരുന്നു. ഒരു വലിയ സംഘം, ഒരു വലിയൊരു നെറ്റ്വർക്ക് തന്നെ അന്ന് ഇതിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പേരിൽ പിന്നീടും പലപ്പോഴും ആരോപണങ്ങൾ വന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോൾ അന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ആളുകളെക്കുറിച്ചുള്ള
വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഉന്നതങ്ങളിൽ ബന്ധമുള്ള പിടിപാടുള്ള ഈ സ്വർണ്ണക്കടത്തക്കാരെന്ന് പറയുന്ന വലിയ കോടികളുടെ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ രാഷ്ട്രീയക്കാരുമായും ഈ ലോകത്തുള്ള ഈ നമ്മുടെ നാട്ടു ഉദ്യോഗസ്ഥന്മാർ ഉന്നതന്മാർ വളരെ അടുത്ത ബന്ധമുള്ളവരായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആളുകൾ. നമ്മളൊരിക്കലും നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോഴും കാണാറുള്ള ഈ സ്വർണ്ണക്കടത്ത് ഒരു പ്രതിയെ പിടിച്ചു, അയാളുടെ പേരും വിലാസമായി കൊടുക്കുന്നു, അയാളുടെ പടം കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള വമ്പന്മാരുണ്ട്, അവരെക്കുറിച്ച് മാത്രം ആരും അറിയുന്നില്ല. അപ്പോൾ ബാലഭാസ്കറിന് ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിന് മറുപടി പറയാൻ നമുക്ക് ബാലഭാസ്കർ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. അതിൻ്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനെയും കുടുംബാംഗങ്ങളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞിട്ടുള്ള അറിവേ കാണുകയുള്ളൂ. ഈ മൊത്തം ഈ സാഹചര്യ തെളിവുകൾ മാത്രമേ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ള അർജുൻ ഉൾപ്പെടെയുള്ളവരെ നമ്മുടെ നാട്ടിൽ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സംവിധാനം വരെ എല്ലാം ഉള്ളതല്ലേ. 100 സംവിധാനങ്ങളുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ കേരള പോലീസിൻ്റെ കൈവശം എല്ലാം ഉണ്ട്. എത്രയോ പ്രമാദമായ കേസുകളിൽ പ്രതിയെ നിസ്സാരമായിട്ട് അവർ പിടിച്ചിട്ടുണ്ട് കേരള പോലീസ്. അപ്പോൾ ഇത് അങ്ങ് പറയുകയാണ് ഇത് ഇങ്ങനെയാണ്. കേരളത്തിലെ പല നേരത്തെ പറഞ്ഞ പല കേസുകൾ ഇതുപോലെ സ്വാഭാവിക മരണം എന്ന് അവസാനം പറയുന്നത് സ്വാഭാവിക മരണമാണ് എന്ന് പറയുന്നു, കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണം ആദ്യം ആത്മഹത്യ എന്ന അവരങ്ങ് വരുത്തി തീർത്തു, അതിന് ഫ്രെയിം ഇട്ട് അങ്ങ് ചെയ്യുകയാണ്. അതിൽ RDO മൂവാറ്റുപുഴ RDO ആയിരുന്നു സന്തോഷ്, അദ്ദേഹത്തിൻ്റെ മരണം അതിൽ ഒന്നും എത്തിയില്ല. ഇതുപോലെ ഒരുപാട് പ്രമുഖരുടെ മരണങ്ങളിൽ പോലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ നമ്മൾക്കാർക്കാണ് ഇത് സംഭവിച്ചാണെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു. ഇപ്പോഴും പല മരണങ്ങളുടെയും പുറകെ പോയ കൊലപാതകം തെളിയാൻ സാധ്യതയുണ്ട്. എത്രയോ കാണുമായിരിക്കും. പക്ഷെ അത് ഈ കൊലപാതകമാണെന്നുള്ളത് ഒരുപക്ഷെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അറിയാൻ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും പലരും പുറത്ത് പറയാൻ ഭയക്കും. കാരണം എല്ലാവർക്കും ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ബാലഭാസ്കറിൻ്റെ അച്ഛൻ, അദ്ദേഹം നല്ല പ്രായമുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ, പക്ഷേ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി അദ്ദേഹം മറുപടി സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ സഹോദരി ഒരു ഗായികയെ കൊണ്ടല്ല, അവരൊക്കെ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ഇതിൻ്റെ കുടുംബങ്ങളിൽ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ചിലപ്പോൾ കോടതിയെ സമീപിക്കുമായിരിക്കാം വീണ്ടും. കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇതൊരു വലിയ ഡെവലപ്മെൻറ്റാണ്. ഇയാൾ ഈ സ്വർണ്ണ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇതിൽ പ്രതിയാണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തന്നെ ഒരു ലിങ്കാണത്. ഇത് വെച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു പക്ഷേ ഇതൊരു അപകടമരണോ അല്ല കൊലപാതകമാണോ എന്ന് തന്നെ സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവരെ ഇത്തരം സ്വർണ്ണക്കടത്തുകാരെയൊക്കെ സംബന്ധിച്ച് ഇവർക്ക് മനുഷ്യൻ്റെ ജീവനെന്ന് ഇവർക്കൊരു പ്രശ്നമല്ല. ഓർമ്മയുണ്ടല്ലോ, കുറച്ച് വർഷം മുമ്പാണ്, 2 വർഷം ആവുള്ളൂ തോന്നുന്നു, ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണ്ണമായി കടക്കാൻ ശ്രമിച്ച് ചേസിങ് നടത്തി ആക്സിഡൻ്റായി എത്ര 4-5 ചെറുപ്പക്കാർ മരിച്ചില്ലേ എന്ന്, കുറേ പേര് മരിച്ചു. അപ്പോൾ ഇതൊന്നൊരു പ്രശ്നമല്ല. ഇത് പണമാണ് വലുത്. മാത്രമല്ല ഇതിൽ തന്നെ CPMൻ്റെ ജയിലിൽ കിടക്കുന്ന കക്ഷികൾക്ക് വരെ ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ TP കേസിൽ പ്രതികൾക്ക് സ്വർണ്ണക്കടത്ത് പരിപാടി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്, വലിയൊരു സംവിധാനമാണ്. അതിനെ തകർത്തുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിലെന്തെങ്കിലും മറ്റ് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനുള്ള 2 പേരാണ്. ഒന്ന് ബാലഭാസ്കറും, അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവരിപ്പോൾ ഒന്നും പറയുന്നില്ല. ബാലഭാസ്കർ ആകട്ടെ നമ്മളോടൊപ്പം ഇപ്പോൾ ജീവിച്ചിരിപ്പുമില്ല. എന്തായാലും ബാലഭാസ്കറിൻ്റെ പിതാവ് ശ്രീ ഉണ്ണി, അദ്ദേഹം നടത്തുന്ന ഈ ഒരു ശ്രമത്തിന് നമ്മളെല്ലാവരും, നമ്മുടെ മാധ്യമങ്ങളും കേരളീയ സമൂഹവും എല്ലാവിധ പിന്തുണയും നൽകണം. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ എന്നതിലുപരി നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നൊരു കലാകാരൻ കൂടിയാണ്. അതിൻ്റെ മരണം വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുക തന്നെ വേണം. ഇതൊരിക്കലും ഒരു സ്വാഭാവിക മരണമല്ല എന്ന് തന്നെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.